നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തക്കുളം. ഞാനിപ്പോൾ വരുന്നത് വേറെ ചെറിയ തോട്ടം കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ ടെക്നോളജിയാണ് നയിക്കുന്നത്. ടെക്നോളജിയിൽ ആര് മുകളിൽ നിൽക്കുന്നോ അവരാണ് ലോകത്തിനെ നയിക്കുന്നത്. ഒപ്പം അതേപോലെ തന്നെ എനർജി സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയുള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ എനർജി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളും റിച്ച് ആവലും പ്രോസ്പർ ആവലും ഉണ്ട്. നമുക്കറിയാം പെട്രോളിയം എല്ലാറ്റിലും. പക്ഷെ ഇപ്പൊ നമുക്കറിയാം പെട്രോളിയത്തിന്റെ അപ്പുറത്ത്, പെട്രോളിയത്തിൽ കാർബൺ കത്തുന്നു, അങ്ങനത്തെ പല ചെറിയ ആളുകൾക്ക് ഗ്രീൻ എന്നുള്ളതിൽ ചെറിയൊരു കുറവുള്ളത് കൊണ്ട് എല്ലാവരുടെയും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, EVs, ഇലക്ട്രിക്കൽ ട്രെയിൻസ്, ഈവൻ ഫ്ലൈറ്റ്സ്, ഡ്രോൺസ് ഒക്കെ ഇലക്ട്രിക്കലി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യന്റെ ക്ലൈമറ്റ് എല്ലാവരുടെയും നന്നായിട്ട് സൂര്യവെളിച്ചം കിട്ടുന്ന സ്ഥലമാണ്. സോളാർ എനർജി ഭയങ്കരമായിട്ട് ഗുണം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്, അല്ലേ? ശരിയല്ലേ? അപ്പൊ വെറും സൂര്യനിൽ നിന്ന്, നമ്മുടെ ഇവിടെ എല്ലാവരുടെയും നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സൂര്യനിൽ നിന്ന് എങ്ങനെ ഒരു വലിയ മൾട്ടി ക്രോർ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ജസ്റ്റ് ഐഡിയ ടിപ്പാണ് ഈ വീഡിയോയിൽ. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ സോളാർ പാനൽസ് നിങ്ങൾക്ക് എടുത്തറിയാം. അത് വലിയ ഒരു പാനൽ സൈസാണ്. 1 kVA നിൽക്കണമെങ്കിൽ വലിയൊരു സ്പേസ് വേണം. അതിൽ ഏകദേശം 10-50,000 രൂപേൻ്റെ മുകളിൽ 1 kVAക്ക് അറൗണ്ട് കോസ്റ്റ് വരും എസ്റ്റാബ്ലിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതേ സമയത്ത് നിങ്ങൾക്ക് ഡീപ്പ് ഡ്രിൽ ചെയ്തിട്ട് മൈക്രോ മാനേജ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ, ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസിനെ സ്പ്ലിറ്റ് ചെയ്താൽ, നമ്മളോടുള്ള ശാസ്ത്രം പഠിക്കുന്ന, സയൻസ് പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഏത് കുട്ടിക്കും ഇന്ന് പഴയ പോലെ എന്താ പറയുക, ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ ChatGPT ചോദിച്ചാലോ കൃത്യമായിട്ട് ഇതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ആർക്കും അറിയാം, പറഞ്ഞുതരും. അതായത് ഇപ്പോൾ ഉണ്ടാക്കുന്ന സോളാർ പാനൽസിൻ്റെ മോഡലിനെ മാറ്റിയിട്ട് ഈ പേപ്പറുകൾ, സ്റ്റിക്കറില്ലേ, നമ്മളെല്ലാവരും പതിക്കാലോ സ്റ്റിക്കർ ആകുമ്പോൾ, അതുപോലെ പേപ്പർ പോലെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സോളാർ പാനലിലേക്ക് അടുത്ത ലോകം വരികയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത്തരത്തിലുള്ള ചെറിയ പാനൽസിന്റെ മോഡൽസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ക്ലിപ്പിടാം. അപ്പൊ അങ്ങനത്തെ മോഡൽസിലേക്ക് വരുമ്പോൾ വളരെ ചെറിയ കോസ്റ്റിൽ, ചുരുക്കി പറഞ്ഞാൽ 1 kVA കിലോവാട്ട് ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 3 കിലോ പോലും വരില്ല 1 കിലോവാട്ടിന്. സ്റ്റിക്കർ ടൈപ്പിലേക്ക് സാധനം കൊണ്ടുവന്നാൽ, അപ്പൊ ഈ 3 കിലോ ഇത് ഉണ്ടാക്കുന്ന സാധനത്തിന് എങ്ങനെ പോലും 300 രൂപ മുതൽ 1000 രൂപ വരെയാണ് പെർ കിലോ കോസ്റ്റ് ഉണ്ടാവുള്ള റോ മെറ്റീരിയലിന്. അതിന്റെ മുകളിലേക്ക് ഒരിക്കലും പോവില്ല. അപ്പൊ ദാറ്റ് മീൻസ് 3 കിലോ 3000 രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റോ മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ അതെങ്ങനെയാണ് 50,000 രൂപ ആയി പോകുന്നത് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഗ്യാപ്പ്. അത് നമ്മളിപ്പോൾ ഉണ്ടാക്കി പോകുന്ന സാധനങ്ങൾ മുഴുവൻ വലിയ എക്യുപ്മെന്റ്സും വലിയ ഫാക്ടറിയിൽ പ്രിന്റ് ചെയ്ത് ഇറങ്ങി വരുന്ന സാധനങ്ങളാണ്. റീസൺ വൈ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ക്യാപിറ്റൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അവര് ക്യാപിറ്റൽ ഹൈ ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ് ബിൽഡ് ചെയ്യുന്നത്. എന്താ കാരണം? അവർക്ക് കോമ്പറ്റീഷൻ അടക്കം ഒഴിവാണെങ്കിൽ ക്യാപിറ്റൽ ഹൈ ആയിട്ടുള്ള എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം. ബിക്കോസ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടാക്കിയാലാണ് അവർക്ക് അതിനുള്ള ഇഷ്ടംപോലെ പൈസയുണ്ട്, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ എക്കോസിസ്റ്റം അവിടെ ആയിപ്പോയി കഴിഞ്ഞു കുറെ കാലം അവർ പണിയെടുത്തതുകൊണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലും അങ്ങനെ കുറെ പൈസ ഉള്ളവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായി മാറിയാൽ നമുക്കിത് സക്സീഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കഴിയില്ല. ബിക്കോസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണ്ട് പോലെ ഒരു ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈയിങ് കൺട്രിയാണ്, അല്ലാണ്ട് വെറും ഫുള്ളായിട്ട് ഒരു ഓണ്ടർപ്രണർ കൺട്രി അല്ല. ബിക്കോസ് ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടെങ്കിലും ചൈന കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള വ്യൂ, ബിസിനസ് പരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലോക്കലി അങ്ങനെ എല്ലാവരും ഇല്ല. വലിയ മൾട്ടിനാഷണൽസ് ആയിട്ട് റിലയൻസും അദാനി പോലെയുള്ള കുറെ കമ്പനികളല്ലാതെ. ബിക്കോസ് ഇത് വളരെയധികം സാധാരണക്കാരിലേക്ക് എത്തി എല്ലാവരും റിച്ച് ആയല്ലേ നമ്മുടെ കൺട്രി ഡെവലപ്ഡ് ആവുക. അതാവണമെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൊക്കെ റിച്ച് ആവണം. സാധാരണക്കാർ മുഴുവൻ ഓണ്ടർപ്രണേഴ്സും ഇന്റർപ്രണേഴ്സുമായി മാറണം. അല്ലാതെ 1, 2, 3, 4, 5 അല്ലെങ്കിൽ 10, 1000 കോർപ്പറേറ്റ്സുകൾ മാത്രം വന്നുകൊണ്ട് ഡെവലപ്മെന്റ് ആവില്ല എന്നല്ല. ദിറ്റ് ഇസ് ഫാർ ബെറ്റർ. അതായത് ഒന്നുമില്ലാതിരിക്കുന്ന കാട്ടി എത്രയും ബെറ്റർ ആണ്. പക്ഷേ റിയൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എല്ലാവിടെയും വരണം. അപ്പൊ അത് വരാൻ അതങ്ങനെ ഒരു ദിവസം കൊണ്ട് വരാൻ പറ്റണം അല്ല, അതൊരു എക്കോസിസ്റ്റമാണ്. ആ എക്കോസിസ്റ്റം ഒരു ദിവസം കൊണ്ട് വരില്ല. അപ്പൊ അതിലേക്ക് എത്താൻ അണ്ണാരക്കണ്ണനായി തന്നാലായ പോലുള്ള ഐഡിയകൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെയല്ലേ നമ്മളെ പോലുള്ള ആളുകളുടെ റോൾസ്. അപ്പൊ അതില് ഈ സോളാർ പാനൽസിനെ അല്ലെങ്കിൽ സോളാർ സ്റ്റിക്കേഴ്സ് മൈക്രോ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇപ്പം മാക്രോ ആയിട്ട് ഉണ്ടാക്കുന്ന വലിയ കമ്പനികൾ ചൈനയിലും അല്ലെങ്കിൽ അദാൻ്റെ അടുത്തൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികൾ കണ്ടെത്തേണ്ടത് ഇത് ചെറിയ നമ്മുടെ പണ്ട് കൊപ്ര മില്ലുകൾ അല്ലെങ്കിൽ റൈസ് മില്ലുകൾ ഉണ്ടാക്കിയ പോലെ അതിൻ്റെ വേണ്ടപ്പെട്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തുകൊണ്ട് ഇത് ഓരോ വീടുകളിൽ ചെറിയ ഇൻഡസ്ട്രിയിൽ വലിയ വോള്യം ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോട്ടോടൈപ്പ് മെക്കാനിസം സിസ്റ്റത്തിലേക്ക് ഈ സാധനത്തിന് ഗ്രോ ചെയ്തുകൊണ്ട്, എന്നിട്ട് ചൈനയിലേക്കുള്ള പോലെ കോട്ടേജ് ഇൻഡസ്ട്രി പോലെ ഇത്തരത്തിലുള്ള പാനൽസ്, സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നവരായി വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലുള്ള 2000-3000 രൂപയ്ക്ക് മാത്രം ഇത്
1 കിലോവാട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ 100% പ്രോഫിറ്റ് എടുത്തിട്ടാണെങ്കിലും ആ ഒരു 5000 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സ്റ്റിക്കേഴ്സ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ വീടുകളുടെ ചുമരിൽ, നമ്മുടെ വീടുകളുടെ ടൈലൊട്ടിക്കുന്ന സ്ഥലം, വെയിലുള്ള സ്ഥലം, നമ്മുടെ വീടുകളുടെ മോളുകൾ, റൂഫുകൾ, നമ്മുടെ വീടിന്റെ സൈഡ് വിൻഡോ ഒക്കെ ഈ സോളാർ സ്റ്റിക്കേഴ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എത്രങ്ങാനും 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ 5000 സ്ക്വയർ ഫീറ്റോളം ഫേസ് ഏരിയകൾ ഉണ്ടാവും. ഫേസ് ചെയ്യുന്ന, അതായത് സൺലൈറ്റ് തട്ടുന്ന ഏരിയകൾ 1000 സ്ക്വയർ ഫീറ്റിൽ 5000 സ്ക്വയർ ഫീറ്റ് ഫേസ് ചെയ്യുന്ന ഏരിയ ഉണ്ടായാൽ എത്ര KVA കറണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ലിമിറ്റ്ലെസ് ആയിട്ട് ഫ്രീ ഇലക്ട്രിസിറ്റി കിട്ടും ഓരോ വീടിനും. അപ്പോൾ വീടുകൾ മാത്രമല്ല ഫ്രീ ആവുക, ഇവിടെ ട്രാവൽ ചെയ്യാനുള്ള പൈസ ഇതൊക്കെ ഫ്രീ ആവും. അതും ഇപ്പൊ 50,000 രൂപയുള്ളത് 5000 റുപ്യന്റെ താഴെ ഉണ്ടാക്കി 10,000 രൂപയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും 10% കോസ്റ്റ് ഓറിട്ട് ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയി കഴിഞ്ഞാൽ സീ ദ ഡിഫറൻസ്, മിറാക്കിൾ സംഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഇവിടെ മൂലധനം, വലിയ മൂലധനം ഒന്നും വേണ്ട. നമ്മുടെ ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നില്ലേ, ഇഷ്ടം പോലെ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റുകൾ മുഴുവൻ എന്താ ചെയ്യുന്നത്? മറ്റവൻ ചെയ്ത പ്രോജക്റ്റിനെ കോപ്പി ചെയ്തിട്ട് മെജോറിറ്റി ആൾ, അതിനെ ആക്ഷേപിക്കല്ലേ, ഞാൻ വസ്തുത പറയണം. 80% ആളുകളും പ്രോജക്റ്റുകൾ കോപ്പി ചെയ്ത് പ്രോജക്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കുകയും പ്രോജക്റ്റ് ചെയ്യുന്ന ആളുകളും ഇവിടെ പുറത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഈ ആളുകളിലേക്കാണ് ആദ്യം നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഓരോ കുട്ടികളും അവർ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട് ആ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന പ്രോജക്ട്സിനെ മാഷ്മാർ മാർക്ക് കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ബോൺ ചെയ്യാൻ തുടങ്ങും. അതിനുള്ള ഐഡിയാസ് ഇപ്പൊ ഈ കോപ്പി ചെയ്തിട്ട് മറ്റേ പ്രോജക്റ്റ് എടുത്തിട്ട് വന്നിട്ട് ഫുൾ മാർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ചെയ്ത ചെറിയ സ്ക്രാച്ച് ആയിട്ടുള്ള ഇതുപോലത്തെ പ്രോജക്റ്റുകൾക്കാണ് സാറുമാർ മാർക്ക് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന മാർക്കിന്റെ വിഷയമല്ല, വിഷയം ഇറ്റ്സ് എ സൂപ്പർ എഫിഷ്യന്റ് ഐഡിയ ടു സ്റ്റാർട്ട് തിങ്കിങ്. കുട്ടികളോ ആരോ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകൾ, മെക്കാനിക്കൽ എന്താവാം, ഈ ഐഡിയനോട് കണക്ട് ചെയ്യാൻ, മനസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്വാളിഫിക്കേഷൻ ഓർ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദേ ആർ സ്റ്റഡിങ്, അതൊക്കെ വിടുക. അവർ സ്റ്റഡി ചെയ്യാൻ തയ്യാറായാലും ഈ രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ തയ്യാറായാലും ഇവിടുത്തെ കഥ മാറും. പുതിയ രീതിയിലുള്ള മൈക്രോ മാനേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള 1 KVAക്ക് 10,000-50,000 രൂപയ്ക്ക് സ്റ്റിക്കേഴ്സ്, സോളാർ പാനൽസ് ഇവിടെ ഇറങ്ങും. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചാലഞ്ചസിനെയും വെട്ടിത്തുറന്നുകൊണ്ട് പുറത്തു പോകാൻ നമ്മുടെ രാജ്യത്തിന് പറ്റും. ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ അത്ര എളുപ്പമുള്ള പണിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. മാങ്ങ പറിക്കുന്ന, ഒരു മാവെന്ന് പറിക്കുന്ന പോലെ മാങ്ങ വാങ്ങിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് കുറച്ച് പണിയെടുത്താൽ, ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഫണ്ടമെന്റലി അത് സ്ട്രോങ് ആണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് അത് ചെയ്തെടുക്കാൻ കഴിയും. ചെയ്തെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിനും നാടിനും വീടിനും ആ ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ വലിയ ഗുണമായി മാറുന്ന ഒരു ബിഗ്, എന്താ പറയുക, വലിയ ഒരു മിറാക്കിൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ഐഡിയയും ബിസിനസ് പ്രപ്പോസലാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. കൈൻഡ്ലി കൺസിഡർ ഇറ്റ്. അതിന് ഇനിയും ഇതിനെ സ്ട്രക്ചർ ചെയ്യാൻ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രോജക്റ്റുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ MBA കോളേജുകളുടെ ഉപയോഗിക്കാം. ഇനി ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ ടീം ഉണ്ടാവും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, സ്പാർക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ വെരി വെൽ ടേക്ക് ഇറ്റ് ഔട്ട്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് അറൌണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.